വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ. നേരത്തെ നിങ്ങൾ 2 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞത്. പക്ഷെ കണ്ണൂരിൽ നിന്ന് വരുന്നത് കൊണ്ടും വണ്ടി ബൈക്കിലാണ് വന്നത്, സ്കൂട്ടിയിലാണ് വന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കറക്റ്റ് സമയത്ത് എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോ എന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ അവർ വിളിച്ച സമയത്തും നിങ്ങൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ്, പല സ്ഥാപനങ്ങളിലും ടീച്ചർമാരാണ് നമ്മളെ വിളിക്കുക. സാർ ഒരു ക്ലാസ് കൊടുക്കണം, എല്ലാവർക്കും ജൂൺ 26-ന് ക്ലാസ് കിട്ടിയാൽ മതി, കാരണം അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദിനമാണെന്ന്. അന്ന് എല്ലാവർക്കും ക്ലാസ് വേണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനത്തിന് മരം നടുന്നത് പോലെ പിന്നെ ആർക്കും ഇതിനെപ്പറ്റി ശ്രദ്ധയില്ല, വീണ്ടും അക്കാഡമിക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പോ ഒരു വിരസമായ ഒരു ബോധവൽക്കരണ ക്ലാസ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മളെ മനസ്സ്, ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാവും, മനസ്സ് പല സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ, മനസ്സ് ഇവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കയ്യടിയോട് കൂടി തുടങ്ങുകയാണ്. എൻ്റെ കയ്യടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ 2 തവണ കൈയടിക്കണം. ഒന്നെന്ന് പറയുമ്പോൾ 2 തവണ കൈയടിക്കണം. 2 എന്ന് പറയുമ്പോൾ 3 തവണ കൈയടിക്കണം. 3 എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പാടില്ല. 3 എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ പാടില്ല. 4 എന്ന് പറയുമ്പോൾ ഒറ്റ തവണ കൈയടിക്കുക. മനസ്സിലായോ? കിളിപോയാ? മനസ്സിലായോ? 1 എന്ന് പറയുമ്പോ 2 തവണ കൈയടിക്കുക. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. 1 എന്ന് പറയുമ്പോ 2 തവണ കൈയടിക്കുക. 2 എന്ന് പറയുമ്പോ 3 തവണ കൈയടിക്കുക. 3 എന്ന് പറയുമ്പോ കൈയടിക്കാൻ പാടില്ല. 4 എന്ന് പറയുമ്പോ ഒറ്റ തവണ കൈയടിക്കുക. നമുക്ക് തുടങ്ങാം. ഓക്കെ, 1. റോട്ടിൽ പോകുന്ന ആൾക്കാർ അറിയണം ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ രീതിയിൽ കൈയടിക്കണം. ഓക്കെ, 1, 2, 3. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഉച്ചയാണ്, ഉറക്കാണ്, നല്ല ഭക്ഷണം. എന്നാ കഴിച്ചു? ബിരിയാണിയാ ഉച്ചക്ക്? ഓക്കെ, സാമ്പാർ ആയണ്ട കുറച്ച് അല്ലെ. അപ്പൊ പല ആളുകളും മനസ്സ് എവിടെയോ ആയിരിക്കും, മനസ്സ് ഇവിടെ കിട്ടണം. ഓക്കെ, 1, 2, 3. അടിക്ക്. കുറച്ചാൾക്കാർ എത്തിയല്ലേ, ലാസ്റ്റ് ഫൈനൽ. 1, 2, 3, 4. ഓക്കെ. അപ്പോ എന്റെ അനുഭവത്തിൽ ഞാൻ 4 വർഷക്കാലമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങുന്നത് 2022 തൊട്ട് നമ്മളിങ്ങനെ ഈ മേഖലയിൽ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട്. ഇതിന്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പല ടീച്ചർമാർക്കും രക്ഷിതാക്കൾക്കും പ്രിൻസിപ്പൽമാർക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്തം. ഞാൻ ട്രെയിനിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നേരം വെളുക്കുവോളം നാളെ വൈകുന്നേരം വരെ നമുക്ക് ജീവിതത്തിൽ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരുപാട് മുഖങ്ങളെ പറ്റി നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാനുണ്ടാവും, കഥകൾ പറയാനുണ്ടാവും. അത്രമാത്രം കേസുകളാണ് ഞങ്ങളുടെ ഓഫീസിനകത്തേക്ക് വരുന്നത്. പല ആളുകളും വരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ഓഫീസ്, ഞങ്ങളിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ് ചിരിച്ച മുഖങ്ങൾ കാണുന്നത്. നല്ല ചിരിച്ചിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള മുഖങ്ങൾ കാണുന്നത് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണ്. ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് 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 കണ്ണുനീർ പറ്റിയ കണ്ണുമായി ഉറങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കറുപ്പടിച്ചിട്ടുണ്ടാവും. കാരണം ചില ഉമ്മമാരൊക്കെ വന്നിട്ട് സാറെ എങ്ങനെയെങ്കിലും വാക്കുകൾ കൊണ്ട് കാല് പിടിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം മക്കളെ. കാരണം വാക്കുകൾ കൊണ്ട് കാല് പിടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം എന്നറിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ശ്രദ്ധ അങ്ങോട്ട് ഒന്നും ശ്രദ്ധിക്കൂലേ, അതാണ് എന്തോ നടന്നോട്ട്. ഒരു 20 മിനിറ്റ് എനക്ക് കിട്ടിയാൽ മതി. നിങ്ങളെ മനസ്സ് ശരീരം ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മമാർ പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 3 മക്കളുള്ള അല്ലെങ്കിൽ 13, 14 വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിൽ ഡ്രഗ് ഉപയോഗിച്ച് അല്ലെ അതിന് അടിമയായി വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാത്തതിന് ഉമ്മാനെ മർദ്ദിക്കുന്ന എത്രയോ അനുഭവങ്ങൾ, എത്രയോ ഉമ്മമാർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മതമോ ജാതിയോ അല്ലെ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഈ ഡ്രഗ് എന്ന് പറയുന്നത് സർവ്വവ്യാപിയായി എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും അല്ലെ എല്ലാ വിഭാഗം ലിംഗത്തിലുള്ള ആളുകളും ഈ സാധനം ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. പൊതുവെ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് യൂണിഫോമിലാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി എല്ലാവരും ഒരു വെള്ള നിറത്തിലുള്ള ഡ്രസ് കോഡ്, തലയെ കെട്ടി എല്ലാം ഡ്രസ് കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ
നമ്മളെ പുറത്തുള്ള സമൂഹത്തിലെ നമ്മളെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ നല്ല ഒബ്സർവേഷൻ ഉള്ള ആളുകളായിട്ട് മാറണം. പ്രത്യേകിച്ച് നിങ്ങളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജോലി എന്താ? മദ്രസല അല്ലെങ്കിൽ അധ്യാപക ജോലി തന്നെയാണ്. ഓക്കെ, നമ്മളെ മക്കളെ എന്നാൽ നിങ്ങൾ ഏറ്റവും ഒരു ടീച്ചറാണ്, നിങ്ങളുടെ അടുത്ത നിങ്ങളെ ഘട്ടം എന്ന് പറയുന്നത് ടീച്ചർ ആണെങ്കിൽ, എനിക്ക് ഈ മേഖലയെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല കഴിവെന്ന് പറയുന്നത് നല്ല ഒബ്സർവേഷൻ വേണം. സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തിലെ ആളുകളെ വ്യാപകമായി സ്വാധീനിക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ നോക്കണം. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു ചോദിച്ചാൽ ഉപയോഗിക്കുന്നത്, പക്ഷെ ട്രെൻഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. വേറൊരു സാധനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യൂട്യൂബ് കാണുന്നല്ലേ 5 മിനിറ്റുള്ള വീഡിയോ യൂട്യൂബിൽ നമ്മൾ കാണുന്നതിന്റെ അളവ് വളരെ കുറഞ്ഞു. 15 സെക്കൻഡുള്ള റീൽസ് പോലും നമുക്ക് കൃത്യമായി കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഫസ്റ്റ് 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്കിപ്പ് അടിച്ച് മേലോട്ടേക്ക് വിടുക. നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് നോക്കിയാൽ മതി. 1 മിനിറ്റിനകത്ത് 25ഓളം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ, വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പുറത്തുള്ള ആളുകൾ സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ വീട്ടിൽ അനിയന്മാരുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ, അവരുടെ ഹെയർ കട്ട് നിങ്ങൾ നോക്കണം. ഈ ലവ് ഷേപ്പിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ ലവ് ഷേപ്പായി. പാന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബോട്ടം പാന്റ് ആണ് അല്ലെ. ടീഷർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഏത് സ്റ്റൈലാണെന്നറിയോ? കൊറിയൻ ടച്ചാ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൊറിയയിലെ നിങ്ങൾ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, കൊറിയയിൽ നാളെ ഒരു പാന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം തലശ്ശേരിയിലും കടവത്തൂരിലും ആ പാന്റ് ട്രെൻഡിങ് ആവും. ഈ കൊറിയൻ BTS എന്ന് പറയുന്ന ഗ്യാങ് വളരെ വ്യാപകമാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഇത് അപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. അതോടൊപ്പം തന്നെ പല ആശയവിനിമയത്തിനും ടെക്നോളജി വളരെയധികം. ഇന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ ഞാനൊരു 10 തവണ കോൾ വിളിക്കണമായിരുന്നു, പക്ഷെ ഒറ്റ തവണ ലൊക്കേഷൻ അയച്ചതുകൊണ്ട് ലൊക്കേഷൻ നോക്കി 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 നമ്മളിവിടെ എത്തിച്ചേർന്നു. സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നുള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തകർക്കാൻ പറ്റുന്ന ഒന്നായിരിക്കുമെന്ന് ശ്രദ്ധിക്കണം. കാരണം എൻ്റെ വീട് ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തിനകത്തുള്ള ചുറ്റുപാടുള്ള ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള, പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുള്ള കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ ക്ലബിൽ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം പോസ്റ്റ് ഒക്കെ ഇടുന്നു. ആ നാട്ടിലെ ആളുകൾക്കെല്ലാം അത്യാവശ്യം അറിയുന്ന ആളുകളാണ്. അവന്റെ ഫോണിലേക്ക് വാട്സാപ്പിനകത്ത് ഒരു തവണ ഒരു ഫോൺ കോൾ വരികയാണ്, വീഡിയോ കോൾ വരികയാണ്. നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അറിയാം, നമ്മളെ സ്ക്രീനിൽ ചെറുതായിരിക്കും, വിളിക്കുന്ന ആളുടെ വലുതായിരിക്കും. ഒരു വീഡിയോ കോൾ വന്നു, അറിയാത്ത നമ്പറിൽ നിന്നാണ് എടുത്തു. കോൾ നോക്കിയപ്പോൾ അപ്പുറത്ത് കറുത്ത സ്ക്രീനാണ്, ഒന്നുമില്ല. മുഖത്ത് ഇങ്ങനെ നോക്കി കട്ട് ചെയ്തു. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വന്നു, കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തെ സ്ക്രീന് കറുപ്പാണ്, ചെറിയ സ്ക്രീനിൽ അവൻ ഇങ്ങനെ നോക്കി, ഒന്നുമില്ല. ഇങ്ങനെ 2-3 തവണ കഴിഞ്ഞു. രാത്രിയിൽ ഇതുപോലെ വീഡിയോ കോൾ വരികയാണ്. നമുക്കുണ്ടാവില്ല ഇത് ആരാണെന്ന് അറിയാനുള്ള കൗതുകം ഈ പ്രായത്തിൽ നമുക്ക് വല്ലാണ്ട്. ഇതാരപ്പം ഇങ്ങനെ 3ാമത് വരെ 4ാമത്തെ തവണ വിളിക്കുന്ന സമയത്ത് കോൾ എടുത്തുമ്പോൾ കാണുന്നത് അപ്പുറത്ത് നാക്കഡ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ വീഡിയോ ആണ്. അവനിങ്ങനെ നോക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. 5 മിനിറ്റിന് ശേഷം അല്ലെ 5-6 മിനിറ്റിന് ശേഷം ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കിയിരുന്നില്ലേ, ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അപ്പുറത്തുനിന്ന് ഒരു ലേഡി ഡ്രസ്സ് മാറുന്ന വീഡിയോ നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന ആദ്യത്തെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കി അയച്ചു കൊടുക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ ആവശ്യപ്പെടുകയാണ്. ഇത് യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്യും, നിന്റെ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ത്രെട്ടണിങ്, ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇത്തരത്തിലാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. നിന്റെ വീഡിയോ ഇങ്ങനെ വന്നു, നീ ആരോട് ആദ്യം പറയാം? നമ്മളിത് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ചിരിയല്ലേ വന്നേ അല്ലെ? മനസ്സിലായി, ആദ്യം തന്നെ നമ്മളിത് പറഞ്ഞപ്പോ തന്നെ ചിരിയ. നിന്റെ വീഡിയോ വന്നു, നീ ആദ്യം ആരോടെ പറയാം? നിന്റെ സുഹൃത്തുക്കളോട് നീ പറയാം? എന്തിട്ടാ പറയാത്തെ? കളിയാക്കിയല്ലേ, കളിയാക്കി നമ്മളെ ബഹിരാകാശത്ത് അല്ലെ, എയറിലാക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല. കളിയാക്കി നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിക്കും. നമ്മൾ പറയോ? ആരോടെ പറയാ? ഉമ്മാനോട് പറയാൻ പറ്റുമോ? ഉമ്മാനക്ക് എൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെ, ഉപ്പ എൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ആരോട് പറയുന്നു? കാരണം ഇത്തരത്തിലുള്ള കേസുകളാണ്. ഇന്നിതാ
നമ്മൾ പത്രങ്ങളിൽ ദൈനംദിനം നിങ്ങൾ പത്രം വായിക്കുന്ന ആളുകളാണെന്ന് നോക്കണം. ചെറുപ്പക്കാരായിട്ടുള്ള 15, 16 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? കാരണം ഇത്തരത്തിലുള്ള വിഷയം വന്നാൽ നമ്മൾ കൃത്യമായി അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കാരണം ഇത് പറയുമ്പോൾ പല സ്കൂളിനകത്തും പ്രത്യേകിച്ച് 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് മക്കളെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ഞാനൊരിക്കൽ SPCയുടെ ഒരു ക്യാമ്പിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ക്ലാസ് എടുക്കുന്നത്. അന്ന് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച സമയത്ത് കുട്ടികൾ എഴുതി തന്നത് ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ലവ് ഫെയിലിയർ, ഇത്തരത്തിൽ നീണ്ട ലിസ്റ്റ് എഴുതി തന്നെ. എത്ര പ്രായം എന്നറിയോ? 13 വയസ്സ്. മനസ്സിലായില്ലേ? 13 വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എഴുതി തരുന്നത്. സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് മനസ്സിലാക്കണം. പലതരത്തിലുള്ള ക്യാമ്പയിനുകളും ഫേക്ക് ക്യാമ്പയിനുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ കേസറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ഒരാളുടെ ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുക, ലഹരി അങ്ങനെയാണ് മക്കളെ, ലഹരി മോശമാണ് മക്കളെ. നാളെ എൻ്റെ ഒരു വീഡിയോ ഇറങ്ങുക നിങ്ങളെ സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഞാൻ ഏതെങ്കിലും സാധനം വലിക്കുന്നത്, നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? യൂട്യൂബിനകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് നിരന്തരം ഡ്രഗിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ലൈവിൽ വന്നു, കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. അതിനുശേഷം അറിയാതെ കിക്ക് നാറ്റം പറഞ്ഞില്ല ഏതൊരു പ്ലാറ്റ്ഫോമിനകത്ത് ലാപ്ടോപ്പ് കൈതട്ടി ലൈവ് പോയി. ലൈവിൽ പോകുന്നത് ഇവൻ ഒരു സാധനം വലിക്കുന്ന വീഡിയോ. ദുബായിൽ നിന്നാണ്. അവിടുത്തെ നിയമങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ചെറുപ്പക്കാരൻ ഇന്ന് ജയിലിലാണ്. ആന്റി നർക്കോട്ടിക് വിങ്ങിന്റെ ഒരു ക്ലബൊക്കെ രൂപീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുത്തനെ പോലീസ് തൂഫാൻ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് മുമ്പിൽ വരുന്നത് റിയൽ ആണോ റീലാണോ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറണം. എന്നാൽ മാത്രമേ ഇതിനോട് നോ പറയുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചൂണ്ടുവിരൽ നിർത്തേ. നിങ്ങൾ നോക്കി, ഇതാണോ ചൂണ്ടുവിരൽ? ഇതാണോ ചൂണ്ടുവിരൽ? ഇതാണോ ചൂണ്ടുവിരൽ? നിങ്ങൾ ഇതാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും സമയം പറഞ്ഞു സോഷ്യൽ മീഡിയ റീലാണോ അല്ലെ, റിയൽ ആണോ റീലാണോ എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ഇത് പറഞ്ഞു, ആ സാധനം വായിലിട്ടില്ല. ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ഇതാ എന്റെ തള്ള വേറെ ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ചൂണ്ടുവിരൽ എടുക്കുന്നു വന്നപ്പോ ഞാൻ എന്താണോ കാണിച്ചത് അത് തന്നെ നിങ്ങൾ കാണിച്ചു. അതാണ് പ്രശ്നം. സമൂഹം എന്താണോ കാണിക്കുന്നത് അത് കാണിക്കാനുള്ള ഒരു ഇമിറ്റേഷൻ അല്ലെ നമുക്കുണ്ടാവും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഈ അധ്യയന വർഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സംഘടിപ്പിക്കുന്നത്. നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ അധ്യാപകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയ അല്ലെ അങ്ങനെ ഫോണ് ഉപയോഗം കുറവാണ്, നല്ലത് തന്നെ. നമ്മള് എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെ? സന്തോഷം ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ലഡു കഴിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. കാരണം മധുരമുള്ള ലഹരി അല്ലെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിനകത്ത് ഡോപ്പോമൈൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഈ തലച്ചോറിന് അറിയില്ല. നല്ലത് ചെയ്താൽ മാത്രമേ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മളെ തലച്ചോറിന് അറിയില്ല. ഈ ഡ്രഗ് ഉപയോഗിച്ചാൽ നമ്മളെ ശരീരത്തിന് ഒരു ഹോർമോൺ, ഹാപ്പി ഹോർമോൺ കിട്ടും. അപ്പൊ നമ്മളെ തലച്ചോറ് എന്ത് കിട്ടിയാലും എന്ത് ചെയ്യും? സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ലഹരിയുടെ പുറകിലേക്ക് പോകണം. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വായനയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വിദ്യാർത്ഥികളാണ്, വായനയാണ്. വായിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? വായന ഒരു ദിനചര്യയാക്കിയിട്ടുള്ള എത്ര ആളുകൾ ഉണ്ട്? പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചില നിങ്ങളെ പരിപാടിയൊക്കെ വരൂലേ പള്ളീന്റെ, നല്ല കഥ പറയുന്ന പ്രാസംഗികരായിട്ടുള്ള ഉസ്താദ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നല്ല കഥ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് ഈ വയത് അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയില്ലേ, അതിന്റെയൊക്കെ ഭാഗമായിട്ട് നല്ല കഥ പറയുന്ന, സംസാരിക്കും, പ്രസംഗത്തിൽ നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഉസ്താദിന്റെ പ്രസംഗം ഞാൻ നിരവധി കാലം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സംസ്കൃതത്തിലെ കുറെ ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ, അതോടൊപ്പം തന്നെ ബൈബിളിലെ വചനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നല്ല നല്ല കൊട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ ഇങ്ങനെ കുറെ നാളിങ്ങനെ കേൾക്കാറുണ്ട് ഈ മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത്. അങ്ങനെ വാക്കുകൾ വരണമെങ്കിൽ നിങ്ങൾ നന്നായി വായിക്കുന്ന ആളുകളായിട്ട് മാറണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം 5 പേജെങ്കിലും
അല്ലെ ഒരു ദിവസം ഞാൻ 2 പേജെങ്കിലും വായിച്ചിട്ട് കിടന്നുറങ്ങൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ കലാലയത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ പുറകിലോട്ട് മാറാൻ സാധിക്കൂ. 2, നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അനുകരിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ വീട്ടിനകത്ത് അനുജത്തിമാരുണ്ടെങ്കിൽ, നിങ്ങളെല്ലാം അനുജത്തിമാരുള്ള എത്ര ആൾക്കാരുണ്ട്? ഓക്കെ, അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാൻ നിങ്ങൾക്ക് സാധിക്കണം. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കണ്ടു. നിങ്ങളെല്ലാം വാർത്ത കേൾക്കുന്ന അല്ലെങ്കിൽ ഇത്ര അറിയുന്ന ആളുകളാണോ എന്ന് എനിക്കറിയില്ല. പത്തനംതിട്ടയില് പോലീസിന്റെ ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇങ്ങനെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ? ഒരു പോക്സോ കേസാണ്. ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ കൂടെ പഠിച്ച കുറച്ചാളുകൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് പറയുകയാണ്. അത് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് അതിന്റെ നടപടികളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു. പിന്നീടാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. മറ്റു കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ പല ചർച്ചകളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. നിങ്ങൾ പത്രം വായിക്കുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളെല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ അനുജത്തികളും ആക്റ്റീവാണ്. ഇത്തരത്തിൽ ഡ്രഗുമായി ബന്ധപ്പെട്ട് പല കേസിലും പല ആളുകളെയും പിടിച്ച സമയത്ത് അവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് എക്സൈസിന്റെ പോലീസിന്റെ ആളുകൾ പരിശോധിക്കുന്ന സമയത്ത് കാണുന്നത് യൂണിഫോം ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള പല പെൺകുട്ടികളുടെയും ഫോട്ടോസ്, മോശമായിട്ടുള്ള ഫോട്ടോസ് ഇത്തരത്തിൽ NDPS കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കിടക്കുക. ഇൻസ്റ്റഗ്രാമിനകത്ത് ഹായ് മോളെ, ചക്കരെ, വാവേ, പൊന്നെ, ഇന്നെ കാണാൻ സുന്ദരി, എന്ത് രസം ഇന്നെ കാണാന്നൊക്കെ പറഞ്ഞ് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ഇങ്ങനെ പറയും. ഞാനല്ലടാ, പ്ലീസ് ഡാ, ഒറ്റ തവണ അയക്കടാന്നൊക്കെ പറയും. ആദ്യമൊന്നും നമ്മളെ കുട്ടികളല്ലേ, നമ്മളെ അനുജത്തിമാർ തയ്യാറാവില്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ, ഇവൻ എന്നെ നിക്കാഹ് ചെയ്യുന്നൊക്കെ വിചാരിച്ച് എല്ലാവരും മംഗലം കഴിക്കുന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആ പെൺകുട്ടികൾ ഒരു ഘട്ടം എത്തുമ്പോൾ അവരെ ഫോട്ടോസ് ഒക്കെ അയച്ച് വിശ്വാസം നേടിയെടുത്തതിന് ശേഷം ഫോട്ടോ അയക്കും. എന്താ പറയാ, ഞാൻ ചാറ്റ് നോക്കിയ സമയത്ത് ഞാനല്ലേടാ കാണൂ, 1 ടൈം അയച്ചാൽ മതി. 1 ടൈം അയക്കാറില്ല നമ്മളെല്ലാം? ചിലപ്പോൾ വോയിസ് ഒക്കെ നമ്മൾ 1 ടൈം അയക്കും അല്ലെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ 2 ഫോൺ ഉണ്ട്. ഒന്ന് എൻ്റെ ഓഫീസ് പർപ്പസിന്, ഒന്ന് എൻ്റെ പേഴ്സണൽ ഫോണാണ്. എനിക്ക് 2 ഫോൺ ഉണ്ട് എന്ന് അറിയിക്കേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ല. എൻ്റെ ഈ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് എനിക്ക് എൻ്റെ ഈ ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് വെച്ചൂടെ? വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചൂടെ? ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങളൊരു മനോഹരമായിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കി എൻ്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട, നിങ്ങൾ അത് സ്റ്റാറ്റസ് ഇട്ടു. എനിക്ക് നിങ്ങളുടെ അനുവാദം കൂടാതെ GB വാട്സപ്പ് എന്ന് പറയുന്ന വാട്സപ്പിനകത്ത് പോയിട്ട് ആ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റൂലേ? ഇങ്ങനെ എത്ര ആപ്പുകൾ, നിങ്ങൾ 1 ടൈം അയക്കുന്ന ഫോട്ടോ പോലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നിങ്ങൾക്ക് അനുജത്തിമാരുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാൻ നിങ്ങൾ തയ്യാറാകണം. അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ഒരു ആൺകുട്ടിയുടെ പെരുമാറ്റം, ഒരു മെസ്സേജിന്റെ അകത്ത് റോങ് മെസ്സേജ് വന്നാൽ, അല്ലെ എന്തെങ്കിലും ആ മെസ്സേജിനകത്ത് ഒരു ഡബിൾ ധ്വനി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവൂലേ? അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവൂലേ? നമ്മളെ പെൺകുട്ടികളെ, നമ്മുടെ അനുജത്തിമാരെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ എടുത്ത്, ആദ്യമൊക്കെ ഫോട്ടോ ഒക്കെ 1 ടൈം അയക്കും, ഇതുപോലെ എടുത്ത് സേവ് ചെയ്തിട്ടുണ്ടാവും. അവരോട് പറയും ഇത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കി എന്നെല്ലാം പറയും. പക്ഷേ ഒരു പ്രണയത്തിൽ നിന്ന് പിന്തിരിയുമ്പോ, ഈ പ്രണയത്തിൽ നിന്ന് ഞാൻ പിന്തിരിയാണ്, എനിക്ക് വേണ്ട, വീട്ടിലറിഞ്ഞ പ്രശ്നമാണ്, ഉപ്പയും അച്ഛനെല്ലാം അറിഞ്ഞ പ്രശ്നമാണ്, നമുക്കിത് നിർത്താമെന്ന് പറയുമ്പോഴായിരിക്കും അയച്ച ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇത് നിന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുക. കണ്ണൂർ ജില്ലക്കകത്ത് NDPS കേസുമായി ഈ കുട്ടി പുറത്തു നിന്നാൽ സമൂഹത്തിന് അപകടമാണ് എന്ന് കരുതിക്കൊണ്ട് കേരള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കരുതൽ നിയമപ്രകാരം ആദ്യമായി ജയിലിലടച്ചത് ഒരു ആൺകുട്ടിയല്ല, മറിച്ച് പത്രങ്ങളിലൊക്കെ പേര് വന്നിട്ടുള്ള ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലെ കരുതൽ തടങ്കിൽ വെച്ചത്. ഒരു പെൺകുട്ടി, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെയാണ് എന്ത് ചെയ്യുന്നത്? കരുതൽ തടങ്കലിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് താടിയൊക്കെ വളർത്തി, ഒരു മുടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നാട്ടിലൊരു പേര് കിട്ടും അല്ലെ? ഓ എന്തെല്ലോ ഉപയോഗിക്കുന്നത്, അവന്റെ കണ്ണ് കണ്ടാൽ അറിയാം. ചിലപ്പോ
പണിയെല്ലാം എടുത്ത് കണ്ണ് ചിലപ്പോൾ ചോന്നു പോയിട്ടുണ്ട്. ആൺകുട്ടികൾ അല്ലെ ഒന്ന് മുടിയോ താടിയോ നീട്ടി വരച്ച് ചെറിയ ട്രൗസറൊക്കെ ഇട്ട് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാർ തന്നെ പറയും ഇവനെന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറയും. കാരണം ഇവർ കാണുന്നത് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ആണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ പിടിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു നമ്മൾ മുടി കുറച്ച് നീളമുണ്ടെങ്കിൽ ആ മുടി നീട്ടി വരച്ച് അപ്പം തന്നെ ഇത്തരത്തിലുള്ള ആള്. വാഴ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സിനിമ കാണുന്ന ആളുകളാണോ? സിനിമ കാണുന്ന ആണോ? സിനിമ കാണുന്ന അല്ലാത്തതുകൊണ്ട് പിന്നെ അത് കണക്ട് ആവില്ല. ആ സിനിമക്കകത്ത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ, ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമയാണ്. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? മക്കളെ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഫ്ലൈ ആവും നമ്മൾ. പിന്നീട് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള എല്ലാവരും വേറെ വഴിക്ക് 4 വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുക നമ്മുടെ അവസ്ഥ എവിടെയാണെന്ന്. കാരണം വിക്രം എന്ന് പറയുന്ന 2022 ഇറങ്ങിയിട്ടുള്ള ഒരു തമിഴ് സിനിമക്കകത്ത് കൃത്യമായി പറയുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലുകൾ, നമ്മുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു 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 പോകും. അത്രയും മാരകമായിട്ടുള്ള ഡ്രഗുകളാണ് വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് മോനെ കുറച്ച് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് തരൂല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരേറ്റവും നല്ല സുഹൃത്തുക്കളാകാൻ ശ്രമിക്കും. പലപ്പോഴും സ്കൂൾ പരിസരത്തൊക്കെ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഏട്ടൻ നിങ്ങളെ വീട്ടിലേക്ക് ഒരു 4 കിലോമീറ്റർ നടന്നു പോകണം, അല്ലെ 2 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഏട്ടൻ പരിചയമുള്ള ഒരു മുഖം വന്നിട്ട് പറയാ, എടാ നാട്ടിലേക്കാ കയറിക്കോ, ബൈക്ക് കയറിക്കോ. നമ്മളെ മക്കൾ കയറൂലേ? നമ്മളെ മക്കളെല്ലാം ഇങ്ങനെ കൈ റോഡ് സൈഡിൽ നിന്ന് ലിഫ്റ്റ് അടിക്കും, ഏട്ടാ എന്നെ കയറ്റുക എന്നാണ് ചോദിച്ചു ലിഫ്റ്റ് അടിക്കും. നല്ല പരിചയമുള്ള ആൾക്കാർ നമ്മൾ കൈനെ കൊണ്ട് പൊന്തിച്ചു പറിക്കൂലേ? നമ്മൾ 14 വയസ്സിലുള്ള കുട്ടികൾ അല്ലെ? പിന്നീട് നമുക്ക് നല്ല വൈകുന്നേരം സ്കൂളിന്റെ അടുത്തെല്ലാം ഉണ്ടാവും, നല്ല ചായപ്പൊടി ഉണ്ടാവും, ചൂട് പപ്സെല്ലാം കടയുണ്ടാവും. നമുക്കൊരു ചായയും പപ്സും മേടിച്ച് നേട്ടനോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലെ? നമുക്ക് എന്തൊന്നുമില്ലാത്ത സ്നേഹമായിരിക്കും. നമ്മളെ കുട്ടികളെ ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്. ആ സിനിമക്കകത്ത് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളെ തടി വളർത്തിയാണ് അല്ലല്ലോ, വളരെ മാന്യനായിട്ടുള്ള നിങ്ങളെ പോലെ ഷെയ്വൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടേട്ടൻ എന്ന് പറയുന്ന ഒരാള് ആണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഒരു സിനിമ ഉണ്ടായിരുന്നു, അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമക്കകത്ത് അല്ലെ ഹോസ്പിറ്റലിനകത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങാൻ നല്ലവനായ ഉണ്ണി, ആ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിഷാരടി അവതരിപ്പിച്ചിട്ട് ഒരു കഥാപാത്രമുണ്ട് നല്ലവനായ ഉണ്ണിയ. ഓനെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാ? ടെറസില് കഞ്ചാവ് വളർത്തിയിട്ട്. അപ്പൊ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളുടെ ഡ്രസ്സ് കണ്ടിട്ടോ അവരുടെ പെരുമാറ്റം കണ്ടിട്ടോ നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റില്ല. കാരണം അത്തരത്തിൽ അത്രയും വ്യാപകമായി ഈ സാധനം ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ല നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പരുള്ളവന് തോണ്ടാനും അല്ലെ സംസാരിക്കാനുള്ള തോന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമകൾ. നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായി, ഔട്ട്ഡോർ പരിപാടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബ സംഗമത്തിൽ പോകുന്ന സമയത്തായാലും ഞാൻ നിങ്ങളെ കാണുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകളായിട്ടോ നിങ്ങൾക്കിടയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുണ്ടോ എന്നുള്ള രീതിയിലല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. മറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സംസാരിക്കാനുള്ള ഒരു വേദി കിട്ടുമ്പോൾ, അല്ലെ ഏതെങ്കിലും ഒരു കുടുംബ സംഗമം കിട്ടുമ്പോൾ അവിടെ കൃത്യമായി ഇതിനെതിരെ പ്രവർത്തിക്കുന്ന വളണ്ടിയർ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. സിനിമകൾ നമ്മളെ മക്കളെ വളരെയധികം, നമ്മളെ കുടുംബങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സിനിമ എന്നെ സ്വാധീനിച്ചത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഞാൻ 2009 9ാം ക്ലാസ് CH മുഹമ്മദ് പോയ സ്കൂളിനകത്ത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന സിനിമ കാണാൻ ഇടയാകുന്നത്. ആ സിനിമക്കകത്ത് ഒരൊറ്റ സീന് പോലും ക്ലാസ് റൂമിൽ നിന്ന് പഠിപ്പിക്കുന്ന സീനില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കോളേജിൽ പോയി കഴിഞ്ഞാൽ പ്രണയിക്കാം, കോളേജിൽ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, കോളേജിൽ പോയി കഴിഞ്ഞാൽ അടിപിടി ഉണ്ടാക്കാം, സമരത്തിന് പോവാം. എന്റെ നാട്ടില് കോളേജിൽ പഠിക്കുന്ന ഒരു ഏട്ടനുണ്ടേനും, നല്ല മുണ്ടു ഷർട്ട് ഇട്ടിട്ട് പോവാ, സൈഡിൽ അന്നേരം തോൾസഞ്ചിയാണ് മെയിൻ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം. ഒരു തോൾസഞ്ചി ഉണ്ടാവും, 1 2 2 ബുക്കേ ഉണ്ടാവും. ഞാൻ ചോദിച്ചു ഏട്ടാ നിങ്ങൾ എവിടെയാ പഠിക്കുന്നത്? ഒരു പറഞ്ഞ് ഞാൻ മട്ടന്നൂർ കോളേജിലാണ് പഠിക്കുന്നത്. മിക്ക ദിവസങ്ങളിൽ കാണുന്ന സമയത്ത് ഞാൻ ചോദിക്കും നിങ്ങൾ ഇന്ന് ക്ലാസ് ഒന്നുമില്ലേ ചോദിക്കുന്ന സമയത്ത് ഇന്ന് യൂണിയൻ ഡേ
ജ്യൂസിലോ ഐസ്ക്രീമിലോ മുട്ടായി ജ്യൂസിലോ പലതരത്തിലും ആരാണ് നമുക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേരാമെന്നതുപോലെ നല്ല ചേല എന്ന് പറഞ്ഞ പോലെ നമ്മളെ വീടിനകത്ത് ഇതിന്റെ ബുദ്ധിമുട്ടെത്തുമ്പോൾ മാത്രമേ ഇതെത്രമാത്രം അപകടകരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നു. നല്ല ചെറുപ്പക്കാരനായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്നെ ജോലിക്കൊക്കെ പോയി അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉപ്പ മരണപ്പെട്ടതാണ്. ആ ഉമ്മ ഞങ്ങളെ വിളിച്ചു. ഒരു കൂട്ടുകാരന്റെ കൂടെ ജോലിക്ക് പോയി ഇത്തരത്തിലുള്ള ശീലം തുടങ്ങിയതാണ്. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിന്തറ്റിക് ഡ്രഗ് അല്ല ഉപയോഗിച്ചത്. ചുണ്ടിന്റെ ഇടക്കൊക്കെ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, കൂള് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. ഈ സാധനമാണ് ആദ്യം വെച്ചത്. ഉറക്കത്തിനൊക്കെ നല്ലയാ. കോഴിപ്പീടിയെല്ലാം മണിക്കൂരം ഇത് വെച്ചോ, ഉറക്കൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് ചുണ്ടിന്റെ ഇടക്ക് വെച്ചു. കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു തലചുറ്റലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇത് ശീലമായി മാറി. അവിടെ നിന്ന് പതിയെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ, കുറച്ച് പ്രായമായപ്പോ പിന്നെ പതിയെ സിഗരറ്റിലേക്ക് പോയി. പിന്നീട് മദ്യപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ പിടിക്കും അല്ലെ, നിങ്ങൾക്ക് ഹറാമാണല്ലേ. അപ്പൊ പെട്ടെന്ന് ആളുകളൊക്കെ പിടിക്കും. അപ്പോഴാണ് ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗുകൾ ഈ സാധനം വരുന്നത്. എടാ മണമൊന്നുമില്ല, വീട്ടിലൊന്നും പിടിക്കൂല, മനസ്സിലാവില്ല. സിഗരറ്റ് വലിച്ച സ്മെല്ല് ഉണ്ടാവും അല്ലെ. ഞാൻ സിഗരറ്റ് വലിച്ച് സംസാരിക്കുമ്പോൾ നിനക്ക് സ്മെല്ലെടിക്കും. സാറെന്തോ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലെ, നമ്മൾ ആരെങ്കിലും കൂട്ടുകാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാ ഒരാ സ്മെല്ല് വരുന്നുണ്ടല്ലോ, നീ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ നമ്മൾ പറയും. പക്ഷെ സിന്തറ്റിക് ഡ്രഗിന് മണമില്ല, നിറമില്ല, സ്മെല്ലില്ല എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരു സാധനം കൊടുത്തു. ആദ്യം ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല കിക്ക്, നല്ല രസമാണ്. പിന്നീട് ഒന്നും കൂടി ഉപയോഗിച്ചു. മക്കളെ 2 or 3 തവണ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന സാധനം വളരെ അപകടമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്റെ ചങ്ങായി ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ആരോടൊന്നും പറയാം. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നാൽ അല്ലെ, നമ്മൾ കഥ പറയാൻ, നമ്മളെല്ലാം പറയാൻ പറച്ചില് ഭയങ്കര മിടുക്കാണ്. നമ്മളൊന്നും ഉപയോഗിക്കില്ല സാറേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത്, ഒപ്പം നടക്കുന്ന ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ കൂളിപ്പ് കണ്ടു. നീ ഇതെടുത്ത പ്രിൻസിപ്പളോട് ആദ്യം പോയി പറയാൻ നിൽക്കുക? പറയാൻ നിൽക്കൂല. കാരണം ഓൻ നമ്മളെ ചങ്ങായിയാന്നല്ലേ, ഓനെ ഒറ്റിക്കൊടുത്തിട്ട് ശേഷേ മോശാപ്പ. പക്ഷെ മക്കളെ, ആരോടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കണം എന്നല്ല, മറിച്ച് അവൻ അപകടത്തിലേക്കാണ് പോകുന്നത്. അവനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളൊരു 40-50 പേരുള്ള ഒരു കുടുംബമായി ഇവിടെ പഠിച്ചിറങ്ങി നാളെ പല മേഖലയിലെത്തി പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടെ പഠിച്ചിട്ടുള്ള അല്ലെ ഷാലു എന്ന് പറയുന്ന, ആരെയും പേരില്ല എന്ന് വിചാരിക്കുന്നത്, ആ ചെറുപ്പക്കാരൻ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലെ. നമ്മുടെ സുഹൃത്ത്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മളെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിലേക്ക് പോകുമ്പോൾ അവരോട് നോ പറയുവാൻ, അവരെ അതിൽ നിന്നും കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഉത്തരവാദി നിങ്ങളാണ്. നമ്മുടെ 5 സുഹൃത്തുക്കളുടെ റിസൾട്ട് ആയിരിക്കും നമ്മൾ. നിനക്കൊരു 5 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ നന്നായി പഠിക്കുന്ന ആളുകൾ ആണെങ്കിൽ നീയും നന്നായി പഠിക്കും. നമ്മൾ പറയും 10 മോശപ്പെട്ട ആളുടെ കൂടെ ഒരു നല്ലവനായിട്ടുള്ള ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഓൻ നന്നാവുക മോശാവുക. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അതിൽ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നു പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനിൽ അല്ലെങ്കിൽ നിങ്ങളോട് 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്ന രീതിയിലേക്ക് പോവാം. മൂന്നാമത്തെ കാര്യം, എന്താണ് ഇതിനൊരു പോംവഴി, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മളെല്ലാ വീട്ടിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, രാവിലെ ഒരു 8:30 വരെ അടുക്കളയിൽ ഉമ്മ യുദ്ധമായിരിക്കും അല്ലെ, നാസ്തി ഉണ്ടാക്കുന്ന ഒരു യുദ്ധമായിരിക്കും. ഒരുത്ത എണീച്ചിട്ടുണ്ടാവില്ല, ഒരുത്തി മുടി കെട്ടുന്നേ ഉണ്ടാവും. ഉമ്മ നാസ്തിയാക്കണം, നിങ്ങളെ കാര്യം നോക്കണം, ചെറിയ ആളെ കാര്യം നോക്കണം, മൂത്താളെ കാര്യം നോക്കണം, എല്ലാ കാര്യം നോക്കി അതിനൊരു കുപ്പ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. 8:30 വരെ നമ്മൾ അടുക്കളയിൽ ഉമ്മമാർ ഇന്ന് യുദ്ധാണ്. അത് കഴിഞ്ഞ് മഞ്ഞ ബസ്സിങ് വന്ന് നമ്മളെ മക്കളെല്ലാം പറഞ്ഞേച്ച് ഉമ്മ അല്ലെ, നമ്മളും പറഞ്ഞേച്ച് 6 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോ മക്കളെല്ലാം തിരിച്ചെത്തി ഒന്ന് കളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിനകത്ത് കാക്കകൾ കൂടണങ്ങുന്നത് പോലെ ഒരു കുടുംബമായി തീരുന്ന ആകെ 2.5 മണിക്കൂറേലും മക്കളെ
നമുക്കെല്ലാം ദൈവം തന്നത് 24 മണിക്കൂറാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബമായി നിൽക്കുന്നത്, വീടിനകത്ത് കുടുംബമായി നിൽക്കുന്നത് വെറും 2.5 മണിക്കൂറാണ്. 7 മണി മുതൽ 9:30 വരെയുള്ള സമയമാണ് നമ്മൾ വീട്ടിനകത്ത് ചെലവഴിക്കുന്ന സമയം. അതിനിടയ്ക്ക് ഈശ്വര നമസ്കാരത്തിന് പോകുന്നവരെന്ത് ചെയ്യും? അതും പോകും. ഇന്ന് എത്ര വീട്ടിനകത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായമുണ്ട്. ഉമ്മയും ഉപ്പയും മക്കളെല്ലാം വട്ടത്തിൽ ഇരുന്നുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ചുകൊണ്ട് എത്ര വീടിനകത്ത് ഇന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായമുണ്ട്. മാറിപ്പോയി. പല വീടിനകത്തും 7 മണിയാകുമ്പോൾ TV അങ്ങ് ഓണാക്കും. നിങ്ങളെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് 7 മണിക്ക് TV അങ്ങ് ഓണാക്കും. സി കേരളം, മഴവിൽ മനോരമ, പിന്നെ ഒരൊറ്റ പോക്ക കോമഡി പരിപാടിയൊക്കെ കണ്ട് ആ സാധനം പൂട്ടുന്നത് 10:30 മണിക്കാ പൂട്ടുക. 8:30 മണിയാകുമ്പോ ഉപ്പ വന്നല്ല അച്ഛൻ വന്ന് വീട്ടിൽ നിന്ന് അമ്മയോട് അടി കഴിഞ്ഞിട്ട് TV റിമോട്ട് മേടിച്ചിട്ട് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെക്കും. ന്യൂസ് ചാനൽ വെച്ച് ന്യൂസ് ചാനലിലെ അടി കണ്ടുകൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കും. സീരിയൽ കണ്ടുകൊണ്ട് അല്ലെ ടിവിയിലെ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ട് പാട്ട് കണ്ടുകൊണ്ട് ചെറിയ മക്കളെ പാട്ട് കൊണ്ടുകൊണ്ട് നമ്മളെ അമ്മമാർ ഉമ്മമാർ ഭക്ഷണം കഴിക്കും. മൊബൈൽ ഫോണിലെ റീൽസ് കണ്ടുകൊണ്ട് നമ്മളെ അനുജന്മാരും അനുജത്തിമാരും ഭക്ഷണം കഴിക്കും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നമ്മൾ എത്തിയാൽ മാത്രമേ ഡ്രഗിനോട് നമുക്ക് സധൈര്യം നോ പറയാൻ പറ്റൂ. നമ്മളെ വീട്ടിനകത്ത് പരസ്പരം സംസാരിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഉമ്മാനോട് നിങ്ങൾ പറഞ്ഞു നോക്കിയാ, കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞു നോക്കിയാ, ഉമ്മ ഇന്നെന്നാ ബിരിയാണിക്ക് എന്തോ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടല്ലോ, നല്ല രസമുണ്ടട്ടാ. അവരുടെ കണ്ണിനകത്തുള്ള സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എത്ര ആള് പറയുന്നുണ്ട്, നമ്മളൊരു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നല്ലാതെ ഉമ്മാന്റെ ഭക്ഷണം അടിപൊളിയാണ് നമ്മൾ പറഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നിങ്ങളെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. നമ്മളെ ഉമ്മാനോട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമ്മ അടിപൊളിയാണ് ഭക്ഷണം നിങ്ങൾ പറഞ്ഞു നോക്ക്. നമ്മളെ അമ്മമാർ ഉമ്മമാർ അത് കേൾക്കാൻ വേണ്ടി കൊതിക്കുന്നുണ്ട്. കാരണം ഇന്ന് കേൾക്കുന്ന വാർത്ത, TV തുറന്ന, പത്രം തുറന്ന, പ്രത്യേകിച്ച് തൂഫാനൊക്കെ വന്നതിന്റെ ഭാഗമായി നിരന്തരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും നിരന്തരം കേസെടുക്കുകയാണ്. ആ കേസിന്റെ ഭാഗമായി ഭഗവാനെ ഈശ്വര അല്ലെ പഠിച്ചോനെ എന്റെ മക്കള് ഇതിനകത്ത് പെട്ടുപോറെ എന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛൻ അമ്മമാരാണ് ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആളുകളെന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം. നമ്മൾ പറയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും പോവില്ല. പക്ഷെ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? ഡോക്ടർമാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മുടെ ചുറ്റുപാടും തന്നെ ഈ സാധനം ഉണ്ട്. പല രൂപത്തിലും നിറത്തിലും ഭാവത്തിലുമുണ്ട്. അതിനോട് നോ പറയാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. പല ആളുകളും പല ലോകത്തേക്ക് പോയി, അവരുടെ കണ്ണുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കട്ടെ. ഓക്കെ ഓക്കെയാ? ആ ഓക്കെ. നിങ്ങൾ കൈ നേരെ എടുത്ത്, കൈ ഉയർത്ത്, കൈ താഴ്ത്ത്, നേരെ എടുക്ക്, ഉയർത്ത്, താഴ്ത്ത്, നേരെ എടുക്ക്, ഉയർത്ത്, താഴ്ത്ത്. ഫൈനലി നേരെ എടുക്കുക, ഉയർത്തുക, ചൂണ്ടുവിരലെടുക്കുക, ചൂണ്ടിത്തൊടുക. എല്ലാരും ശ്രദ്ധയുണ്ടല്ലേ? ഒരു ചുണ്ടാടിയല്ലട്ടാ, ശരിയാവും. ഞാൻ ആദ്യം ഒന്ന് പറ്റിച്ചോണ്ട് ഇതെന്തോ കൈ ശ്രദ്ധിക്കോ, എന്തോ ഒരു പറ്റിക്കാനാന്ന് അറിഞ്ഞോണ്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞ സാധനം ശ്രദ്ധിച്ചല്ലേ? ചില ആളുകൾ ഇങ്ങനെ എന്തോ ഉണ്ട്, ആ ചുണ്ടിത്തോട് വന്നത് ഒരാൾ തന്നെ ഓടിച്ചാ നിങ്ങൾ ഓരോ നോക്ക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സമൂഹം വല്ലാത്തൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നമ്മളെ സൊസൈറ്റിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, കൃത്യമായ ഉത്തരവാദിത്തം നമുക്കുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, കൃത്യമായ ക്യാമ്പയിനിങ് പല വിഷയത്തിലും നടക്കുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെയുള്ള നിരോധിത പാൻ മസാലകൾ വിൽക്കുന്ന കടകൾ കണ്ടു കഴിഞ്ഞാൽ രഹസ്യമായി എക്സൈസിനെയും പോലീസിനെയും അറിയിക്കാനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ നമ്പറിൽ എന്ത് ചെയ്യുക? കൃത്യമായി ഷെയർ ചെയ്യുക. കാരണം നമ്മളെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ ആണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. അല്ലടാ, സമയമില്ലേ? 3 മണിയായില്ലേ? അപ്പോ കൂടുതൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ മടുപ്പാവല്ലേ?
ഒരു കഥ പറയാം. നിങ്ങളെല്ലാം വിദ്യാർത്ഥികളാണ്. ഒരു ഗുരു, ശ്രേഷ്ഠമായ അറിവുള്ള ഒരു ഗുരു, ആ ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യൻ വരികയാണ്. ഗുരുകുല വിദ്യാഭ്യാസമാണ്, കഥയാണ്, ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഗുരുവിന്റെ കൂടെ നടന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഗുരു പറയുന്ന അനുഭവങ്ങൾ, അറിവുകൾ പഠിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനും ഗുരു ഇങ്ങനെ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഗുരു ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഗുരു പറയുകയാണ്, നമുക്കൊരു യാത്ര പോവാം. യാത്ര പോയി ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന പല മേഖലയും സന്ദർശിച്ചുകൊണ്ട് നീ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോവുകയാണ്. യാത്ര ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ഹിമാലയത്തിലെത്തി. ഹിമാലയത്തിലെത്തിയപ്പോൾ കൊടും തണുപ്പാണ്. അങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനെ ഒരു കറുത്ത തോലുള്ള ഒരു സാധനം കാണുകയാണ്. അതൊരു പുതപ്പായിരുന്നു, കറുത്ത തോൽ, ചെമ്മരിയാടിന്റെ ഒരു കറുത്ത പുതപ്പുള്ള. അതെടുത്ത് ആ തണുപ്പിന് മാറ്റേണ്ടി പുതച്ചു കഴിഞ്ഞപ്പോൾ നല്ല ചൂടാണ്, നന്നായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ആ ഗുരുവും ശിഷ്യനും ഹിമാലയത്തിൽ നിന്ന് ഇങ്ങനെ യാത്രയായി ഒരു അരുവിയിലൂടെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പുഴയുടെ സൈഡിലൂടെ നടക്കുന്ന സമയത്ത് ഗുരു പറയുകയാണ്, മകനെ എവിടെയോ മഴ പെയ്യുന്നുണ്ട്, ഈ നദിയിലെ വെള്ളം കയറുന്നുണ്ട്, നമുക്ക് കുറച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരുവും ശിഷ്യനും കുറച്ച് മാറി നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയാണ്. വന്ന സമയത്ത് വെള്ളത്തിന്റെ നിറമൊക്കെ മാറി കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. പല സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഗുരുവും ശിഷ്യനും ഒരു തിരപ്പായുള്ള സ്ഥലത്ത് രാത്രി താമസിക്കാനുള്ള ടെന്റൊക്കെ അടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരുവേ, ഇതാ ഒരു കൊല ഇങ്ങനെ വാഴക്കൊല ഇങ്ങനെ പോവുകയാണ്, അത് നമുക്ക് എടുത്തൂടെ? ആർക്കും അവകാശികളൊന്നുമില്ല. അത് ആ കുറച്ചു കഴിഞ്ഞ സമയത്ത് കാണാം കോഴിയും ആടുകളൊക്കെ ഇങ്ങനെ ഒലിച്ചു വരികയാണ്, മരമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരികയാണ്. ഗുരു, ഇതൊക്കെ വേസ്റ്റ് ആയി പോവല്ലേ, നമുക്ക് ഇതൊക്കെ എടുത്തൂടെ ചോദിക്കുമ്പോൾ ഗുരു പറയാണ്, മകനെ അരുത്. കാരണം വെള്ളത്തിന്റെ അവസ്ഥ നമുക്കറിയില്ല. മുകളിൽ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിലും അടിയൊഴുക്കുണ്ടാവും, അപകടം അതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്, അവിടെ നിൽക്ക്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പുഴയിൽ ഇങ്ങനെ നോക്കി ശിഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കറുത്ത സാധനം ഇങ്ങനെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന കാണാം. മുകളിൽ എന്തോ രോമം പോലെ തോന്നിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ആ ശിഷ്യന് തോന്നി, ഇത് അന്ന് ഹിമാലയത്തിൽ പോയ സമയത്ത് ഇതുപോലത്തെ ഒരു സാധനം എടുത്തപ്പോ അല്ലെ, നല്ല ചൂടായിരുന്നു, അത് പുതച്ചപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ രാത്രി തണുപ്പില്ലാതെ കിടന്ന് പുതക്കാം. ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, അതെന്തോ ഒരു പുതപ്പാണെന്ന് തോന്നുന്നു, ഞാൻ അത് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുഴയുടെ അടുത്തേക്ക് പോകുമ്പോ ഗുരു പറയുകയാണ്, മകനെ, ദൂരെ നിന്നേ കാണുന്നുള്ളൂ, അത് അടുത്ത് വരട്ടെ, നീ ഓടിച്ചാടി അത് ചെയ്യരുത്, നീ എടുത്തു ചാടരുത്, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ചെറുപ്പക്കാരനായുള്ള ശിഷ്യനാണ്. ആ ശിഷ്യൻ എന്ത് ചെയ്തു? ഗുരുവിന്റെ വാക്ക് കേൾക്കാതെ പുഴയിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു കുറച്ചു കഴിഞ്ഞപ്പോ ആഴം കൂടി ആ ചെറുപ്പക്കാരൻ നീന്തുകയാണ്. നീന്തി കുറച്ചടുത്തെത്തിയപ്പോ ഈ കറുത്ത വസ്തു ഇങ്ങനെ അടുത്തെത്തുന്നുണ്ട്. ഗുരു കുന്നിന്റെ മുകളിൽ കുറച്ച് ഉയരം കൂടിയ പ്രദേശം നോക്കുന്ന സമയത്ത് ആ കറുത്ത രോമം മാത്രമല്ല, എന്തോ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, കൈയിട്ടടിക്കുന്നുണ്ട്. ആ ശിഷ്യൻ ആ കറുത്ത വസ്തുവിന് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത്, അത് പുതപ്പല്ല, അതൊരു കറുത്ത കരടിയായിരുന്നു. അപകടം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ഒലിപ്പുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ആ ഒലിപ്പിൽ വന്നു. ഗുരു പറയുന്നുണ്ട്, മകനെ തിരിച്ചു വരൂ, അപകടത്തിലാക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ആ കരടിയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലാതെ, എവിടെയും പിടിക്കാനില്ലാത്ത അവസ്ഥയിൽ അവസാനം ആ കരടിയുടെ കൈ പിടിക്കുകയാണ്. ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്ത് കരടിയും ആ ചെറുപ്പക്കാരൻ ആ ശിഷ്യനെ ഇങ്ങനെ പിടിക്കുകയാണ്. ഗുരു ഇങ്ങനെ ഉറക്കെ പറയാണ്, മകനെ, അപകടമാണ്, നിന്റെ ജീവിതം അപകടത്തിലാണ്, തിരിച്ചു വരൂ എന്നിങ്ങനെ ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവസാനം ആ ചെറുപ്പക്കാരൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒന്ന് തലയുയർത്തിയിട്ട് ഉറക്കെ പറഞ്ഞു, ഗുരുവേ, ഞാൻ നേരത്തെ കരടിയിൽ നിന്നും പിടിവിട്ടതാണ്, ഇപ്പൊ പിടിച്ചിരിക്കുന്നത് കരടിയാണ്. ഇത് പറഞ്ഞത് നമ്മളെ സമൂഹത്തിൽ ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ അത്രയധികം വ്യാപകമായിട്ടുണ്ട്. നമുക്ക് എത്രയൊക്കെ ക്ലാസ്സുകൾ കിട്ടിയാലും നമ്മുടെ ജീവിതത്തിന്റെ കൺമുമ്പിനകത്ത് ലഹരി ഉപയോഗിച്ച് കിളിപോയി ജീവിതം നശിച്ചു പോയിട്ടുള്ള ആളുകളെ നമ്മളെ കൺമുമ്പിൽ കണ്ടാലും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് പല കാര്യങ്ങളും പറയും. നമ്മൾ നേരത്തെ ഇങ്ങനെ ചർച്ച ചെയ്തു, പല പദാർത്ഥങ്ങളും പ്രകൃതിദത്തമാണ്, അത് ഉപയോഗിച്ച നല്ല അടിപൊളിയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഞാനും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപകടമാണ് മക്കളെ. ഒരു നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനൊരു റീൽസ് ഇട്ടാ 10 ലൈക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും, അല്ലെ? ഞാനൊരു പോസ്റ്റ് ഇട്ടാ കുറെ ആള് കമന്റ് അടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എന്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എല്ലാവരും സ്റ്റോറി ഇടണം നമ്മൾ ആഗ്രഹിക്കും, അല്ലെ? എന്റെ ബർത്ത്ഡേ വരുന്ന സമയത്ത് എല്ലാവരും സ്റ്റോറി ഇടണം നമ്മൾ ആഗ്രഹിക്കും. ആ സ്റ്റോറിയിലൂടെ എന്നെ ഒരുപാട് അറിയും നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് ഈ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും
നമ്മളെ ഫോട്ടോ മറ്റൊരാൾ ഇടുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇൻസ്റ്റഗ്രാം ഒക്കെ മാറി സ്നാപ്ചാറ്റിന്റെ കാലഘട്ടത്തിലാണ്. എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്നാപ്ചാറ്റ്, യൂട്യൂബിനകത്തുള്ള വീഡിയോ പോലും മാറി. ഹോം ടൂർ, പ്രത്യേക ടൂർ ഹോമിലേക്ക് എന്നാണ് നമ്മളെ വീട് കാണിച്ചു കൊടുക്കല്. ഇന്ന് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അല്ലെ, ഭാര്യയും ഭർത്താവും ആദ്യം ചെയ്യുന്ന ഹണിമൂൺ പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ രാത്രി തന്നെ എന്താണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് തുടങ്ങി. ഫസ്റ്റ് നൈറ്റ് പോലും യൂട്യൂബിനകത്തേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ സമൂഹം മാറിയിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളും എന്ത് ചെയ്യും, ഇതിന്റെ പുറകെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഉറക്കെ 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 വീണ്ടും 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 നിങ്ങളോട് പറയുകയാണ്. അപ്പോ അതിൽ നിന്നും മാറുവാൻ നന്നായി കളിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുക. നന്നായി ചെസ് ഏറ്റവും നല്ല ഒരു ഗെയിമാണ്. നമ്മളെ ബുദ്ധിശക്തി വളരുന്നതിനും അതോടൊപ്പം തന്നെ ഏറ്റവും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കാൻ ചെസ് കളിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവരൊരു 5 മൂവ് മുന്നിൽ കണ്ടിട്ടാണ് കളിക്കുക. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ പറയുന്ന ചെസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് പെട്ടെന്ന് തന്നെ നോ പറയേണ്ടി വരും. ആ നോ പറയാനുള്ള തന്റെ ഇടം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസരം എനിക്ക് തന്നിട്ടുള്ള ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ മാനേജ്മെന്റിനും എല്ലാമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഫസ്റ്റ് നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരുന്നേ, കുറെ എന്തോ ഇങ്ങനെ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചിട്ടില്ല അല്ലെ, നമ്മളെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിട്ടുള്ള ഒരുപാട് കഥ പറയുകയാണെങ്കിൽ ഒരു 100 കഥകൾ നമുക്ക് പറയാൻ പറ്റും. ഞാൻ അതല്ല ചെയ്തത്, മറിച്ച് നിങ്ങളെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ, ഒന്ന് സോഷ്യൽ മീഡിയ, സിനിമ, ഫാമിലി, അതോടൊപ്പം തന്നെ സൊസൈറ്റി, ഈ 4 കാര്യങ്ങളെ പറ്റി ഏകദേശമുള്ള ഒരു ധാരണ ഈ സെക്ഷൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2, പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ ചൂണ്ടുവേരൽ നിങ്ങൾ ഓർമ്മിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞ ക്ലാസ് ഒന്നും കേൾക്കണ്ട, ഈ ചൂണ്ടുവേരൽ ചെയ്യിപ്പിച്ചത് നിങ്ങൾക്കൊരു ഓർമ്മയാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണ്ട, ജസ്റ്റ് ചോദിക്കാം, എല്ലാവർക്കും വേണ്ടി ചോദിക്കാം. ഒരു അനുഭവം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ നിർത്തി പറയുന്നത് നമ്മളെ അവരുടെ ഐഡന്റിറ്റി പുറത്തു വിടരുത് എന്നുള്ളത് കൊണ്ടാണ്. കണ്ണൂർ ജില്ലക്കകത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കേസ് ഞാൻ പറയാം. ഫാദർ മരണപ്പെട്ട കുട്ടിയാണ്, ക്വാർട്ടേഴ്സിലാണ് താമസം. ഉമ്മ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. 2 പെൺകുട്ടികളാണ്. ഈ വീട് ചെറിയ ശമ്പളത്തിലാണ് ആ ഉമ്മ ജോലി ചെയ്യുന്നത്. ആ ജോലി ചെയ്തതിന്റെ ഒരു 40% വീടിന്റെ റെന്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. കുഴപ്പമില്ലാതെ പോകുന്ന ഫാമിലി ആയിരുന്നു. ആ കുട്ടി 10ാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി നല്ല മാർക്ക് കിട്ടിയ ഒരു പെൺകുട്ടി. കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റൈലുള്ള കുട്ടിയാണ്. +2 കൊമേഴ്സ് വിഷയത്തിൽ 98% മാർക്ക് നേടി കണ്ണൂർ ജില്ലയിലെ നമ്മൾ ഈ തലശ്ശേരി താലൂക്കിനകത്ത് പഠിച്ചിട്ടുള്ള കുട്ടി. 3 മാസം വെക്കേഷൻ ഉണ്ടാവും +2 കഴിയുമ്പോൾ അല്ലെ. കുട്ടിക്ക് 17 വയസ്സ് അടുത്തായിട്ടേ ഉള്ളൂ. ആ വീടിന്റെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ വന്നിട്ടുള്ള ഒരു ഫാമിലി, ബാംഗ്ലൂർ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഫാമിലിയാണ് വന്നത്. അവർ വന്ന സമയത്ത് നമ്മൾ തൊട്ടപ്പുറത്തെ വീടെല്ലാം നമ്മൾ പരിചയമാവും, നല്ല കമ്പനിയായി. ഉമ്മ രാവിലെ ജോലിക്ക് പോവും, മോള അവിടെ ഉണ്ടാവുക, നല്ല പരിചയം. അപ്പുറത്തുള്ള നല്ല ആൾക്കാർ, വർക്ക് അറ്റ് ഹോം എന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കേസ് എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയെന്ന് ഞാൻ പറയാം. ഉമ്മ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് മകള്, നമ്മളെ ഈ ക്വാർട്ടേഴ്സിന് ഗ്രിൽസ് ഉണ്ടാവും അല്ലെ, ഗ്രിൽസ് ഇങ്ങനെ തലയടിച്ചിട്ട് ഇങ്ങനെ ചോര ഇങ്ങനെ വന്നിട്ടുള്ള മകളെയാണ് കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അനുജത്തിനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ചെയ്യുക? ആ ഉമ്മ പാനിക്കായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ എന്ത് ചെയ്തു? ഉടനടി ആശുപത്രി കൊണ്ടുപോകണമെന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർമാർ ചികിത്സയ്ക്ക് ശേഷമാണ് പറഞ്ഞത്, ഒരു കാരണവശാലും ഈ കുട്ടിയെ നിങ്ങളുടെ കൂടെ ഇപ്പൊ തിരിച്ചയക്കാൻ പറ്റില്ല, കുട്ടി മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട്.
ആ കുട്ടി ഇത്രയും നാൾ ഉമ്മയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഉമ്മക്ക് ഒരു തവണ പോലും മനസ്സിലായിട്ടില്ല ആ കുട്ടി ഇത്തരത്തിലുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ലക്ഷണം ഉമ്മക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഉമ്മക്ക് സ്വന്തം മക്കളിൽ വന്ന മാറ്റം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് ഉമ്മേന്റെ തെറ്റല്ല, മറിച്ച് അത്രയും രാവിലെ കൊടുക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വൈകുന്നേരം വരെ കിളി പോയിട്ടൊക്കെ നിൽക്കും. ഉമ്മ വരുമ്പോഴത്തേക്കെല്ലാം ഓക്കെയാണ്, വലിയ മുണ്ടാട്ടൊന്നുമില്ല, പ്രശ്നമില്ല അല്ലെ. നമ്മൾ പൊതുവെ സൈലന്റ് ആയിട്ട് അധികം ഒച്ചപ്പാടൊന്നും ആക്കാത്ത ആളെ ഓ പാവം ചെക്കനാന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കുന്ന പോലെ ഈ കേസ് വന്നു. ഞങ്ങൾക്ക് കോൾ വന്നു. ഞങ്ങൾ കോൾ വന്ന സമയത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് 108 ആംബുലൻസിനകത്തേക്ക് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കുട്ടികളെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഉമ്മ പറഞ്ഞു വീട്ടിൽ ആരുമില്ല, ഇതാണ് അവസ്ഥ. ഒന്ന് നാണക്കേടുണ്ട്. ഏത് മക്കൾ ഇത്തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിച്ചിട്ടുള്ള നാണക്കേട് ഒരു ഭാഗത്ത്, ഭയം മറ്റൊരു ഭാഗത്ത്, ഇതാരോടാണ് സഹായം തേണ്ടതെന്ന് അറിയാത്ത ചിന്ത മൂന്നാമത്തെ ഭാഗത്തേക്ക്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഉമ്മാനെ വീട്ടിലേക്ക് വിട്ടു. ഡ്രസ്സ് എടുത്തിട്ട് ഈ പറയുന്ന വഴിക്ക് തലശ്ശേരി റൂട്ടിനകത്ത് നിങ്ങൾ ഇന്നേ സ്ഥലത്ത് നിൽക്കാം, ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. 108 ആംബുലൻസിനകത്ത് ഈ കുട്ടീനെയും കൊണ്ടുവന്നു. 6 മാസക്കാലം കോഴിക്കോട് ആ കുട്ടിക്ക് വേണ്ട ചികിത്സകളെല്ലാം നൽകിയിട്ട് പറഞ്ഞു വളരെയധികം ശ്രദ്ധിക്കണം, ഈ കുട്ടിയെ ഇനി ഡ്രഗ് ഉപയോഗിക്കാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വീട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ അറിയാം. ആ കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെ ഗവൺമെന്റിന് കീഴിലുള്ള ചിൽഡ്രൻസ് ഹോമിനകത്ത് താമസിപ്പിച്ചു. ആ ടൈമിൽ ആ കുട്ടിക്ക് ഓക്കെ ആയിട്ടില്ല, വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരുന്ന പാതയിലായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിൽ എത്തിക്കാൻ പറ്റില്ല, മഹിളാ മന്ദിരത്തിൽ നിർത്തിച്ചു. 6 മാസം കഴിഞ്ഞ് കുട്ടി ഓക്കെ ആയി എന്നതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടത്. ഇത് ഒരു കേസ്. 2, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ അനുജത്തിമാരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എറണാകുളം ജില്ലക്കകത്ത് ഒരു പെൺകുട്ടി 10ാം ക്ലാസ് നല്ല മാർക്കുള്ള, നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ സ്പെസിഫിക് കേസുകൾ പറയുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടി എല്ലാ വിഷയങ്ങളും അറിവുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ട്രാപ്പിലായി പോയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയ കുട്ടിയാണ്. ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു മെസ്സേജ് വന്നു, ഹായ് എന്ന് വെച്ച മെസ്സേജ് വന്നു. അതൊന്നും മൈൻഡ് ആക്കിയില്ല. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട സമയത്ത് നല്ല കണ്ണ് കാണാൻ അടിപൊളിയാണ്, ഇന്നെ നല്ല മൊഞ്ചാന്നൊക്കെ പറഞ്ഞ് നല്ല സോപ്പിട്ട വർത്താനെല്ലാം പറഞ്ഞ് ആ പെൺകുട്ടി അറിയാണ്ട് വീണുപോയി. 2 സെമസ്റ്റർ ആ കുട്ടി പഠിച്ചു. 3ാമത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. അവിടുന്ന് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അറിയാം ഒരു 9 മണി തൊട്ട് 5 മണി വരെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടി വരും. ആ കുട്ടി പലപ്പോഴും 3 മണിക്കും 12 മണിക്കെല്ലാം മാനേജറോട് ചോദിക്കാതെ സ്ഥാപനം നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം പോലീസിനും എക്സൈസിനും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോഡ്ജിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്താണ് ഈ കുട്ടീനെ വളരെ മോശം കൂക്കിക്കാവിക്കൊണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ട് ആ വീഡിയോ, കൂവി വിളിച്ചുകൊണ്ട് മണിച്ചത്താഴിലെ ഗംഗ എന്ന് പറയുന്ന കഥാപാത്രം ഓടിപ്പോന്ന പോലെ ഈ പെൺകുട്ടി അലറിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ നടന്നു പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹണി ട്രാപ്പിലൂടെ നമ്മളെല്ലാം ഈ പ്രായത്തിലല്ലേ, ഈ 17 വയസ്സിനടുക്ക് അല്ലെ 14 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സിനടുക്ക് നമ്മൾ പലതരത്തിലുള്ള ഫോൺ വീഡിയോസിന്റെ സൈറ്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ തൊട്ടു നമ്മളെ പ്രായം അതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ടെലഗ്രാമിലൊക്കെ കയറി പല ചാനലിലും അംഗമായി ഇത്തരത്തിലുള്ള വീഡിയോസിനകത്തൊക്കെ കയറിപ്പോവും. ഈ കയറുന്ന സമയത്ത് അല്ലെ പല ആധാരത്തിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് കുറെ ചോദ്യം അവർ ചോദിക്കും അല്ലെ. നമ്മളെല്ലാം എന്ത് ചെയ്യും, വായിച്ചു പോലും നോക്കാതെ ടിക്കറ്റ് കൊടുക്കാതെ അലോ 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 എന്ന് വെച്ച് പോകും അല്ലെ. അവരെന്താ ചോദിക്കുന്നത് അറിയോ, നിങ്ങളെ മൊബൈൽ ഫോണിനകത്തെ കോണ്ടാക്ട് ഞാൻ എടുത്തോ, എന്റെ ഫോണിനകത്തുള്ള ഫോട്ടോസ് ഞാൻ എടുത്തോ, നിങ്ങൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി വായിച്ചു നോക്കിയാൽ മതി. നമ്മളെല്ലാം എന്ത് ചെയ്യും, അലോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്കാക്കി വിടും പെട്ടെന്ന് കയറേണ്ടിട്ട് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള ആപ്പുകൾ കയറി വരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളെ ഫോട്ടോസ് നമ്മൾ എടുത്തോട്ടെ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്ന ആപ്പുകളുണ്ട്. നിങ്ങൾ ഒരു ഗ്യാരണ്ടിയും കൊടുക്കണ്ട, ഒരു അക്കൗണ്ട് എടുക്കുക, ആധാറും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് 1500 2000 കിട്ടുന്ന ലോൺ ആപ്പുകളുണ്ട്. ഞാൻ അതിന്റെ ആപ്പിന്റെ പേര് പറയാത്തത് ചിലപ്പോൾ പൈസക്ക് ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പൈസ എടുക്കണ്ട. അപകടം എന്ന് പറയുന്ന സാധനം. കാരണം പൈസ എടുക്കുന്ന സമയത്ത് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കും നിങ്ങളെ ഫോട്ടോ ഞങ്ങൾ എടുത്തോ, കോണ്ടാക്ട് എടുത്തോ. നമ്മൾ ഇതെല്ലാം ടിക്ക് ചെയ്ത് വിടും, ആക്സസ് കൊടുക്കും. അവസാനം നമ്മൾ പൈസ തിരിച്ചടക്കാതിരിക്കുമ്പോ 1000 എടുത്തിട്ടുണ്ടെങ്കിൽ 1800 റുപ്യ അടക്കണം എന്ന് നിങ്ങൾ ചോദിക്കും. അതെന്ന് 800 റുപ്യ അധികം. പിന്നെ ഒലക്കി അടക്കുന്നല്ലേ നമ്മൾ പറയും, അടക്കാണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളെ ഫോണിനകത്ത് പല ഫോട്ടോസും എടുത്ത് ChatGPT ഇട്ട് നമ്മളിപ്പോ ഒരു ഫോട്ടോ കൊടുത്ത് എന്തെല്ലാം ഫോട്ടോ കിട്ടും ഇല്ലേ. ചെറിയ നമുക്കറിയുന്ന AI ഏറ്റവും ചെറിയ രൂപം
ChatGPT എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ബ്രസീൽ തോറ്റു, ഇപ്പോൾ വേൾഡ് കപ്പിലും ബ്രസീൽ തോറ്റു. ഈ ഫാൻസുകളൊക്കെ പോസ്റ്റർ ആക്കും അല്ലെ, ബ്രാ കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച തവളേന്റെ ഒക്കെ ഫോട്ടോ ആക്കി അതിന്റെ മൂവൊക്കെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് പലതരത്തിലുള്ള രീതിയിലുള്ള പോസ്റ്റർ AI നിർദ്ദേശം കൊടുത്ത് നമ്മൾ ആക്കുന്നുണ്ട് അല്ലെ. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ 1-2 ഫോട്ടോ കിട്ടിയ ഇതുപോലത്തെ വീഡിയോ ആയിക്കൂടെ? അപ്പോ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി അപകടത്തിലായിട്ടുള്ള കുറെ കേസുകളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സർവ്വവ്യാപിയായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വിദ്യാഭ്യാസം ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ ആ രീതിയിലുള്ള ആയതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ അപകടത്തിൽ പോവാത്തത്. നിങ്ങൾ സാധാരണ +2 പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ അല്ലെ പലതരത്തിലുള്ള ആളുകളെ കിട്ടും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളിപ്പോ ഇവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു, നിങ്ങളൊരു മൊറാലിറ്റി കോഡ് ഓഫ് എത്തിക്സ് നിങ്ങൾ അറിയാണ്ട് പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം, മറ്റൊരാളെ കാണുമ്പോൾ ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലെ ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മൾ പഠിക്കണം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. +2 സെന്റ് ഓഫ് പാർട്ടികളുടെ റീൽസ് നിങ്ങൾ കാണണം. കഴിഞ്ഞ വർഷത്തെ വയനാട് ജില്ലേന്റെ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുത്തൻ പുതിയ കാറുകൾ അല്ലെ, പുത്തൻ പുതിയ കാറുകളാണ് സെന്റ് ഓഫ് പാർട്ടിക്ക് +2 പഠിക്കുന്ന കുട്ടികൾ എടുത്തിട്ട് വരുന്നത്. അതിനുള്ള പൈസ എവിടെ നിന്നാണ്? അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സോഴ്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോ അക്കൗണ്ട് ഉണ്ടാവും അല്ലെ, ATM കാർഡ് ഉണ്ടാവും, അക്കൗണ്ട് ഉണ്ടാവും. നമുക്കെല്ലാം പൈസക്ക് ആവശ്യമുണ്ട് അല്ലെ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ ഞാൻ ഇട്ട് തരും. 1 ലക്ഷം രൂപ ഞാനിതാ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാണ്. ഇവന്റെ അക്കൗണ്ട് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ പൈസ വിഡ്രോ ചെയ്ത് എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ഒരു 2000 രൂപ ഇവന് കൊടുക്കുകയാണ്. സ്മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന തട്ടിപ്പിന്റെ അല്ലെങ്കിൽ പദ്ധതി ഇതാണ്. നമ്മൾ 1939 വിളിക്കുന്ന ഒരു പരസ്യം നമുക്ക് ഓർമ്മയുണ്ട? അപരിചിതരായിട്ടുള്ള ആളുകളുടെ കോൾ എടുക്കരുത്, OTP പറഞ്ഞു കൊടുക്കരുത്, കുറെ ആളെ പൈസ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇത്തരത്തിലുള്ള പൈസയാണ് ഇവന്റെ അക്കൗണ്ടിലൂടെ മാറുന്നത്. നിതിൻ രാജ് സാറ് കണ്ണൂർ സിറ്റി കമ്മീഷണർ അദ്ദേഹം പങ്കുവെച്ച ഒരു കഥയുണ്ട്. അദ്ദേഹം കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഷെയർ ചെയ്തു. ഇത്തരത്തിലുള്ള പൈസയുടെ സോഴ്സ് അന്വേഷിച്ചപ്പോ രാജസ്ഥാനിലും അല്ലെ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ തട്ടിയെടുത്ത പൈസയാണ് ഈ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലൂടെ മാറിക്കൊടുത്തത്. ആരാ അപ്പൊ തെറ്റുകാരൻ? ഇവന്റെ പേരിൽ കേസ് വരും. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പുറത്തുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചോദിച്ചോ, നീ എന്നെ ചോദിച്ചോ, നീ ഇങ്ങനെ ചവിട്ടി പറയണ്ട, പറഞ്ഞോ. എന്തായിട്ടുണ്ടല്ലോ ATM കാർഡ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യരുതേ, ഓക്കെ? കാരണം ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോ നമ്മള് അല്ലെ ഇസ്ലാമിക വിശ്വാസങ്ങളും സമാധാനത്തിന്റെ എല്ലാം നമ്മൾ പഠിക്കും. മറ്റുള്ളവരോട് കരുണയുള്ള ഏറ്റവും നല്ലവരായിട്ട് നമ്മൾ മാറും അല്ലെ. നമ്മൾ ഒരാൾ വന്നിട്ട് ഒരു 10 ഉറുപ്പ്യ രൂപ മോനെ, അല്ലെ ഒരു 50 ഉറുപ്പ്യ രൂപ ചോറ് കഴിച്ചിട്ട് കുറെ നാളായി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കൂലേ? കൊടുക്കോ? കൊടുക്കാത്ത ആരെങ്കിലും? ഒന്ന് കൈവർത്തോ ജസ്റ്റ്, ഞാൻ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ ആരെങ്കിലും കൊടുക്കാണ്ടിരിക്കോ? കൊടുക്കും അല്ലെ. മാഹി സൈഡെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം പോകുന്ന സമയത്ത് സാറേ ഇതാ കേട്ടോ, എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവും, എന്നോട് കേട്ടോ ഒരു 50 ഉറുപ്പ്യ രൂപ പ്ലീസ്, ഒന്നും കഴിച്ചിട്ടില്ല, എത്ര ദിവസം ഇതാ കോലം നോക്കാം, ഒന്ന് പ്ലീസ് കേട്ടാ. നമ്മളെ കാല് പിടിക്കും. നമ്മൾ ദയ തോന്നി നമ്മളെന്ത് ചെയ്യും? ഒരു 100 ഉറുപ്പ്യ കൊടുക്കും, ഏട്ടാ പോയി ഭക്ഷണം കഴിച്ചോ. നേരെ എവിടെയാ പോകാൻ വയ്യ? ബീവറേജിന്റെ ക്യൂലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ATM കാർഡുകൾ നമ്മളോട് ചോദിക്കുകയാണ്, മോനെ ഇതാ ഒരു ലേഡി വന്നിട്ട്, ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്ന് പറയാണ്, മോനെ എന്റെ പൈസ ഒരു അക്കൗണ്ട് പൈസ ഇട്ട് ആ പൈസ ഒന്ന് എടുത്തരുവാ, ആശുപത്രി കേസാണ്. എന്റെ അപ്പ എന്ത് നല്ലത് അല്ലെ, ഒരു ആശുപത്രി കിടക്കുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ പൈസ കൊടുത്തിട്ടോ സഹായിക്കൂല, നമ്മൾ ATM കാർഡ് കൊടുത്തിട്ടല്ലേ ഒന്ന് ആ പൈസ എടുത്ത് കൊടുക്കുന്നതിൽ അനക്കെന്തെങ്കിലും നഷ്ടമുണ്ടാ? എന്റെ ATM കാർഡ് കൊടുത്ത് ആ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് അവരെടുത്ത് ആശുപത്രി കൊടുക്കുന്നത് നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടാ? ഇല്ല. പക്ഷെ വരുന്ന പൈസയിലേക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളാണ് വരിക. അതുകൊണ്ട് നമ്മള് ഏറ്റവും നല്ലവരായി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി
നോ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി നോ പറയുവാൻ പഠിക്കണം. കാരണം നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ വിദ്യാഭ്യാസം നേടി ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോഡ് ഓഫ് എത്തിക്സ് കിട്ടും. നിങ്ങൾക്ക് ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മാന്യമായി ഒരാളോട് സംസാരിക്കേണ്ടത്, ഒരു ഉമ്മയോട് അല്ലെ മുതിർന്ന ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിയുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പഠിക്കും. ഒരു പക്ഷെ ഡ്രഗ് ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ നമ്മളെ ചുറ്റുള്ള ആളുകളെല്ലാം നല്ലവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള 100,000 ചതികൾ. ഫോണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കേട്ടോ, ഒരിക്കൽ ഫോൺ തരുകയും ചെയ്യും അല്ലെ, ഒന്ന് ഫോൺ വിളിക്കാന്ന് പറയും. ഈ ഫോൺ വിളിക്കാന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ കാണാത്തോണ്ട് ഞാൻ അതിന്റെ ചെറിയ കാര്യം പറയാം. ഒന്ന് ഫോൺ മേടിക്കും, എന്റെ ഇത് കാണുന്നില്ല, അപ്പോ അച്ഛനെ വിളിക്കേണ്ടിയിട്ടാണ്, എന്റെ പേഴ്സും ഫോണൊക്കെ പോയി എന്ന് പറയും. വിളിച്ചു കഴിഞ്ഞാൽ ആ കോളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു OTP ഫോണിലേക്ക് വരും. കാരണം അത്രയും അഡ്വാൻസ് ആണ് നമ്മുടെ ടെക്നോളജി. ഈ നമ്പർ അവിടെ കിട്ടുമ്പോൾ തന്നെ ആ നമ്പറിലേക്ക് ഒരു ലിങ്ക് അയക്കും. OTP ചിലപ്പോൾ എന്റെ വണ്ടി നമ്പർ 2494 എന്നൊക്കെ പറയുന്ന പോലെയാണ് അവര് OTP ഷെയർ ചെയ്യുക. മനസ്സിലായില്ലേ? നിങ്ങളെ മൊബൈലിലേക്ക് വരുന്ന ഒരു 4 അക്ക OTP ഈ ഫോൺ വിളിക്കുന്ന ഇടക്ക് തന്നെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ പോയി കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിലെ പൈസ പോയി തന്നെ നിങ്ങൾ അറിയാം. അത്രയധികം തട്ടിപ്പ് നടക്കുന്നുണ്ട്. മനുഷ്യത്വം കാണിച്ച് അപകടത്തിൽ പെടരുത്. നിങ്ങൾ മനുഷ്യത്വം കാണിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഇത്തരത്തിൽ നമ്മൾ ഒരാളെ സഹായിക്കാൻ പോകുന്ന ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ലൗഡ് സ്പീക്കർ ആയിട്ട് ഞാൻ സംസാരിച്ചോ, അല്ല എന്റെ അടുത്ത് തന്നെ സംസാരിച്ചോ. കാരണം നമ്മൾ കൊടുത്തു പോകല്ലേ, ഒരു അർജന്റ് ആവശ്യമായിട്ടാ എന്റെ ഫോണും പേഴ്സെല്ലാം ആരോ മോഷ്ടിച്ചു പോയി, അല്ലെ ഒന്ന് തരുമോ എന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ കാണുന്ന സമയത്ത് പല ആളുകളും വന്ന് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അറിയാണ്ട് കൊടുത്തും പോവും. പ്രാക്ടിക്കലായി ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു വരികളുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. മക്കളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും നല്ലവരാണെന്നുള്ള ഒരു ചിന്തയും നിങ്ങൾക്ക് വേണം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അടുത്തേക്ക് സഹായം നീട്ടി വരുന്ന സമയത്ത് അവരെ സംശയ ബുദ്ധിയോടുകൂടി ഒന്നും നോക്കണ്ട. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബിലോ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡ്രസ്സുകൾ നോക്കി, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ഒബ്സർവറായി നല്ല ഒബ്സർവേഷൻ ഉള്ള വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറണം. അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ, അവർ പറയുന്ന അവരെ നഖം നോക്കി കഴിയുമ്പോൾ, അവരെ കൈ നോക്കി കഴിയുമ്പോൾ, അവരുടെ ഡ്രസ്സിംഗ് രീതി നോക്കി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും. നമ്മളെ ഫോൺ കൊടുക്കുമ്പോൾ, നമ്മളെ ATM കാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ കയറുന്ന സമയത്ത് പല ലിങ്കുകളും നമുക്ക് കാണും. ചിലപ്പോൾ നമ്മൾ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായിട്ടൊക്കെ ഈ ടെലഗ്രാമിനൊക്കെ ലിങ്ക് നമ്മൾ കാണുന്ന സമയത്ത് തൊട്ടിട്ട് പല ഗ്രൂപ്പിനകത്തും കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കൃത്യമായി ഒരു ചതിയുടെ ലോകം തന്നെ പുറത്തുണ്ട്. നന്മയേക്കാൾ കൂടുതൽ ചതിയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല ശ്രദ്ധയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറുക. അതിലൊരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ദീപനാളം കണ്ടുപായും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപായും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. എന്റെ എല്ലാം വീട്ടിനകത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട്. വീട്ടിനകത്ത് ഇങ്ങനെ മഴപ്പാറ്റകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മ എല്ലാ ലൈറ്റുകളും ഓഫാക്കും. ഉമ്മറ കോനായില് ഒരു ലൈറ്റ് മാത്രം ഇട്ട് വെക്കും. ഒരു കിണ്ണത്തിനകത്ത് വെള്ളം എടുത്തു വെക്കും. അതോടൊപ്പം തന്നെ ഒരു പേപ്പറിൽ വെളിച്ചെണ്ണ പോയിട്ട് ട്യൂബിന്റെ അവിടെ ഇങ്ങനെ കെട്ടിവെക്കും. രാവിലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, മഴപ്പാറ്റകളെല്ലാം തന്നെ ചത്തൊടുങ്ങി ജീവശവങ്ങളായിട്ട് ഒരു ശവത്തിന്റെ കൂമ്പാരം തന്നെ വീട്ടിൽ കാണാം. അമ്മ ഒരു കാട്ടൻ കൊടിയിൽ അടിച്ചുവാരി ദൂരെ കൊണ്ട് ചാടും. മക്കളെ, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ഒരു തവണയല്ലേ, അനക്കെണ്ണ ഒരു തവണ ഉപയോഗിച്ച ആരറിയാൻ ഉസ്താദ് അറിയാം, അല്ല എന്റെ ചങ്ങായിമാര് പറഞ്ഞ ആരെങ്കിലും അറിയാൻ നിൽക്കുക. ഇതിന്റെ രസമൊന്നും അറിയണമല്ലോ എന്ന കൗമാരത്തിന്റെ ചാബല്യം കൊണ്ട് നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മഴപ്പാറ്റയുടെ കവിത ഓർക്കുക. ഈ മഴപ്പാറ്റയെ ഓർമ്മിക്കുക. വെളിച്ചം കണ്ട് പോയി സ്വന്തം മരിക്കുന്ന മഴപ്പാറ്റകളുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു വളണ്ടിയർ എന്ന രീതിയിൽ നിങ്ങൾ ഈ സമൂഹത്തിനകത്ത്, ഈ മതത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അനുജന്മാർ ഒരുപാട് ആളുകൾ വഴിതെറ്റി പോകുന്നുണ്ട്. പോയ ആളുകളെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ ടാസ്ക് ഉള്ള കാര്യമാണ്. നമ്മളെ നോക്കിയാൽ മതി,
ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെ, വീഡിയോസ് ഒക്കെ നമ്മൾ വാർത്തകളൊക്കെ വരുന്ന കാണുക, ചെറിയ പ്രായത്തിൽ തന്നെ കുറെ ആളുകൾ വിധവകളായി മാറുകയാണ്. ഡിവോഴ്സ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. അമ്മമാരെ, ഉപ്പമാരെ, അനുജന്മാരെ തിരിച്ചറിയാത്ത തലമുറയായിട്ട് നമ്മൾ അടുത്ത തലമുറ മാറാതിരിക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് ഇത്തരത്തിലുള്ള കൂള് പോലെയുള്ള നിരോധിത പാൻ മസാല പാക്കറ്റുകൾ വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് രഹസ്യമായി നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്നും ഷെയർ ചെയ്യേണ്ട, പകരം ഉസ്താദേ അല്ലേ സാറേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, എന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിങ്ങൾ അറിയിക്കണമെന്ന് പറയാം. 2, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നമ്പറും ഞാൻ എന്നെ വിളിച്ചിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പിനകത്ത് വൈകുന്നേരം കൊണ്ട് ഞാൻ അയക്കാം. പുതിയ നമ്പർ 1-2 നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്പർ ഞാൻ അയക്കാം. അതോടൊപ്പം തന്നെ മീഡിയ സെല്ലിന്റെ ഒരു QR കോഡ് അയക്കാം. നിങ്ങൾ ആ QR സ്കാൻ ചെയ്ത് നിങ്ങൾ ഇതാ കുഞ്ഞിപ്പള്ളി പള്ളിത്താഴെ ഇന്നേ കടയിൽ ഇന്നേ സാധനം വിൽക്കുന്നു, നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസ് ഒന്നും എഴുതണ്ട, അത് കൃത്യമായി എത്തിച്ചേരേണ്ട അതോറിറ്റിക്ക് കീഴിൽ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ കൂടി, വേറെ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു, ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വിമുക്തി മിഷന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പറയാം.